പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. നമുക്ക് ഇന്ന് ഫിസിക്സിലെ ഫ്രിക്ഷൻ എന്ന ഭാഗത്തെ കുറിച്ച് പഠിക്കാം. എന്താണ് ഫ്രിക്ഷൻ? വല്ല ഐഡിയ ഉണ്ട് നിങ്ങൾക്ക്? ഒരു സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഒരു സാധനം നിരങ്ങി നീങ്ങുമ്പോൾ അത് അനുപ്പെടുന്ന ഒരു പ്രതിരോധമാണത്, അല്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇതിലൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിനെ വലിക്കുമ്പോൾ ഈ പ്രതലം അതിനെ ചെറുക്കും, ആ ചലനത്തെ എതിർക്കും. അപ്പോൾ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ ആ ചലനത്തെ എതിർക്കുന്ന ആ ഫോഴ്സിനെ തരണം ചെയ്യാനുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്താലാണ് നീങ്ങുള്ളൂ. മനസ്സിലായ? നമ്മളിപ്പോൾ തറയിലൊക്കെ നിൽക്കാൻ കാരണം ഈ ആ ഫോഴ്സുള്ള കാരണം. തീരെ ഫോഴ്സില്ലാന്ന് വിചാരിക്കുക, എണ്ണ ഇപ്പോൾ ടൈലിട്ട സ്ഥലമാണ്, കുറച്ച് എണ്ണ പറ്റിയിട്ട് അവിടെ നിന്ന് നോക്കിയാൽ എന്തുണ്ടാവും? വലിക്കും. എന്താ കാരണം? അത് നമ്മൾ നിരങ്ങി നീങ്ങുന്നതിന് പ്രതിരോധം കുറയും. അപ്പൊ നമ്മൾ വഴുക്കും. അപ്പൊ നമ്മൾക്ക് വഴുക്കാണ്ടൊക്കെ നടക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത് നമ്മളിങ്ങനെ കാല് വെക്കുമ്പോൾ നമ്മൾ കാല് ഇതിങ്ങനെ വെച്ചപ്പോഴേക്കും അത് നമുക്ക് കാലം നിരങ്ങി പോയാലും വീഴും, അല്ലേ? ആ കാല് നമ്മൾ നിരങ്ങാണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഈ പ്രതലം നമ്മുടെ നിരങ്ങുന്ന ആ ഇതിനെ പ്രതിരോധിക്കുന്നു. അതുപോലെ നമ്മളിങ്ങനെ വലിക്കുകയാണെങ്കിൽ നീങ്ങാൻ ഇതിനൊരു ഒരു നിശ്ചിത ഫോഴ്സ് കൂടുതൽ വലിച്ചാലേ നീങ്ങുള്ളൂ. അപ്പൊ എത്ര ഫോഴ്സ് ഇതുമ്മ നീങ്ങാൻ പ്രയോഗിക്കണം, എത്രയാണ് അത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളെ പ്രതിരോധിക്കുന്നത്, എത്ര ഫോഴ്സ് കൊണ്ടാണ് പ്രതിരോധിക്കുന്നത്, അത് കണ്ടുപിടിക്കുന്നതാണ് ആ ഫോഴ്സിനെ ഘർഷണം. മനസ്സിലായല്ലോ? നമുക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ആ പ്രതലം ഇതിനെ നമ്മൾ ചലനത്തെ എതിർക്കും. ഇത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഫോഴ്സിനെയാണ് ഘർഷണം എന്ന് പറയുക. അപ്പൊ നിരങ്ങി നീങ്ങുന്ന ഒരു വസ്തുവിനെ അതിൻ്റെ ചലനത്തെ എതിർക്കുന്നതായ അല്ലെ പ്രതിരോധിക്കുന്നതായ ഒരു ബലത്തെയാണ് നമ്മൾ എന്ത് പറയപ്പോ? ഫ്രിക്ഷൻ എന്ന് പറയാം. ആ ഫ്രിക്ഷൻ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇത് വലിക്കുമ്പോൾ നീങ്ങുന്നുണ്ട് ഇല്ലേ? പക്ഷെ ഞാൻ ഇതിന്റെ മേലെ ഒരു പുസ്തകം വെച്ചു. ഇപ്പൊ പഴയ ഇത് വലിച്ചാൽ നീങ്ങോ? കുറച്ചും കൂടി ഫോഴ്സ് കൂടുതൽ പ്രയോഗിക്കണം. അപ്പൊ ഇത് നിരങ്ങി നീങ്ങുന്നത് തടഞ്ഞത്, അല്ലേ? ഈ നിരങ്ങി നീക്കിട്ട് ഈ ഭാരം കൂടുന്നു. ഇതിന്റെ എന്തുകൊണ്ടാണ് ഭാരം കൂടുന്നതും? ഈ ഭാരം താഴോട്ട് എന്തുണ്ടാവും? ഒരു ഫോഴ്സ്, ഇതിന്റെ മാസ് ഉണ്ട്. അതുകൊണ്ട് ഭൂമി അതിനെ വലിക്കുമ്പോൾ അത് കീഴ്പോട്ട് ഫോഴ്സ് ചെലുത്തും. ഇത് വലിക്കാൻ ഒന്നും കൂടിയും പ്രയാസവും. അപ്പൊ ഭാരത്തിനനുസരിച്ച് എന്ത് കിട്ടും? ഇങ്ങനെ നിരങ്ങി നീങ്ങാനുള്ളത് വ്യത്യാസം വരും. ഫോഴ്സ് കൂടുതൽ ചെലുത്തേണ്ടി വരും. അപ്പൊ ഘർഷണം ഇതിനെ ആസ്പദമാക്കിയിരിക്കുന്നത്, അതായത് മുകളിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ലംബബലത്തെ. മനസ്സിലായ? ലംബബലം. അതിന് കാരണം ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ ഇപ്പൊ ഭാരം കീഴോട്ട് ഒരു ഫോഴ്സ് ചെലുത്തും. പിന്നെ ഈ 3 പുസ്തകത്തിനോട് m മാസ് ഉണ്ടെങ്കിൽ ആ മാസിന് m കിലോ മാസ് ഉണ്ടെങ്കിൽ ആ കിലോനെ 9.8 മീറ്റർ പെർ സെക്കൻഡിൽ ഭൂമി താഴോട്ട് വലിക്കും. അപ്പൊ അതിനനുസരിച്ച് m × 9.8 മീറ്റർ പെർ സെക്കൻഡ് ഗുണിച്ച് കിട്ടുന്ന ഉത്തരമായി വരുന്ന അത്ര ന്യൂട്ടൺ ബലം താഴോട്ട് തള്ളും. അപ്പൊ എന്ത് ചെയ്യും? അത് ആ തള്ളല് ഈ ടേബിളിന്റെ പ്രതലത്തെയാണത് അമർത്തുക. ആ ടേബിളിന്റെ പ്രതലം തിരിച്ചമർത്തുമ്പോ ഇതെന്തോ ടൈറ്റ് ആവും അവിടെ, അല്ലേ? അപ്പൊ ഇത് നിരങ്ങി നീങ്ങാനായിട്ട് അപ്പൊ ഇതിന്റെ അതായത് ഇത് എത്രയാണോ ഈ മാസ് എത്ര കണ്ട് ഫോഴ്സ് ആണോ കീപ്പിട്ട് ചെലുത്തുന്നത് അത്ര ഫോഴ്സ് ഈ ടേബിള് മേലോട്ട് തള്ളും. അപ്പാണ് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ അപ്പൊ ഘർഷണം കൂടും. നിരങ്ങി നീങ്ങുന്ന അത് കുറയും. കൂടുതൽ പ്രതിരോധം അതിന് കിട്ടുകയും അപ്പൊ കൂടുതൽ ഘർഷണം കൂടുകയും ചെയ്യും, അല്ലേ? ആ ഫോഴ്സ് ആവശ്യമായിട്ട് വരും. അപ്പൊ അതിനെന്താ വെച്ചാൽ വെയിറ്റ് കൂടും തോറും, അല്ലെ? അതായത് ഇതിനെ പറയും, ഇവിടുന്ന് അമർത്തുമ്പോ അവിടുന്ന് ഇങ്ങോട്ട് തള്ളുന്ന ആ ബലത്തെ ലംബബലം എന്നാ പറയാ. എന്താ പറയാ? അല്ലെ? ഇത് കൂടുന്തോറും ഇവിടുന്ന് ഈ ടേബിൾ അങ്ങോട്ട് തള്ളുന്ന ലംബബലം കൂടിക്കൊണ്ടിരിക്കും. ആ ലംബബലത്തെ നോർമൽ എന്ന് പറയും. മനസ്സിലായ? നോർമൽ ഫോഴ്സ് എന്ന് പറയും. ആ ലംബത്തിന്റെ ഫോഴ്സ് അത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഫോഴ്സ് കൂടുതലായിട്ട് വേണ്ടി വരും. മനസ്സിലായ? അപ്പൊ ആ ബലം, ആവശ്യമായ ബലം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്ത് കൂടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്? ലംബബലം കൂടുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇതിന്റെ പ്രതിരോധ ബലം കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്, അല്ലേ?
അപ്പൊ പ്രതിരോധ ബലം അതാ ഘർഷണ ബലം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ ഇത് കൂടുന്തോറും ലംബബലം കൂടുന്തോറും ഘർഷണ ബലം കൂടും. അപ്പൊ അതിന് ആനുപാതികമാണ് എന്ന് പറയാം അല്ലെ. ഫ്രിക്ഷൻ ലംബബലത്തിന് ആനുപാതികമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് എങ്ങനെ എഴുതാം? നമുക്ക് ആനുപാതികമാണെന്ന് എങ്ങനെ എഴുതാം? അതായത് ലംബബലത്തെ ഫ്രിക്ഷനെ നമ്മള് ഫ്രിക്ഷൻ നമ്മൾ എഫ് ആർ എന്ന് എഴുതാൻ വിചാരിക്കുക. ഫ്രിക്ഷൻ അല്ലെങ്കിൽ ആറെന്ന് എന്തെങ്കിലും എഴുതാൻ വിചാരിക്കുക തിരിച്ചറിയാനായിട്ട്. ഇവിടെ എസ് ചെറിയൊരു ആറ്. ഈ ബലം ഏതിന് ആനുപാതികമാണ്? എൻ നോർമൽ ഫോഴ്സിന്. അതാണ് ആനുപാതികമാണ്. ഇത് കൂടുമ്പോ വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. പഠിച്ചിട്ടില്ല നമ്മള് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു അത് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഈ ഫോഴ്സ് എന്നുള്ള എന്തായിരിക്കും? ഈ ഫ്രിക്ഷൻ എന്നുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് തുല്യമായിരിക്കും ഒരു സ്ഥിരസംഖ്യ ഇൻറ്റു എൻ അല്ലേ. കെ ഇൻറ്റു എൻ. കെ എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് വരുമ്പോഴത്തെ വലിയാണ് അല്ലേ. ഇതൊരു യൂണിറ്റ് റേറ്റ് ആണ്. എന്താ യൂണിറ്റ് റേറ്റ് എന്ന് വെച്ചാൽ ഇതൊന്ന് വരികയാണെങ്കിൽ ലംബബലം ഒരു യൂണിറ്റ് വരികയാണെങ്കിൽ എന്നുവെച്ചാൽ ഇവിടെ യൂണിറ്റ് എന്ന് വെച്ചാൽ ന്യൂട്ടൺ ആയിരിക്കും. ഇത് എത്ര വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. ഒരു യൂണിറ്റിന്റെ. അപ്പൊ ഒരു യൂണിറ്റിന് ഇപ്പൊ ഇവിടെ നോക്കുക, ഒരു യൂണിറ്റിന് വരുന്നത് അതിന്റെ അരഭാഗം ചരിക്കുക. ഒരു യൂണിറ്റ് ഇവിടെ വന്ന ഇവിടെ അരയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എത്രയായിരിക്കും? അവിടെ 10 ന്യൂട്ടൺ ഉപയോഗിച്ചാൽ അപ്പോ ഇവിടെ ഉണ്ടാവുക 5 ന്യൂട്ടണാണ് അല്ലേ. ഒന്നിനുണ്ടാവുന്നത് അരയാണെങ്കിൽ എന്നിനുണ്ടാവുന്നത് എൻ അര. അവിടെ എത്ര ഉണ്ടാവുക അല്ലേ. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 5. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് 5 ആയിരിക്കും. അതായത് നോർമലിന്റെ അത്ര ഭാഗം ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിട്ട് വരുന്നു, അങ്ങനെയും പറയാം അല്ലേ. എന്നിന് എത്ര? അപ്പൊ ഈ കെ കണ്ടുപിടിക്കാൻ എന്താ? എന്നിനുണ്ടാകുന്ന എഫ് ആണെങ്കിൽ ഒന്നിനുണ്ടാകുന്ന കണ്ടുപിടിച്ചാൽ പോരെ. കെ സംബന്ധായിരിക്കും എഫ് ബൈ എൻ അല്ലേ. അപ്പോ ഇതിന് ഫ്രിക്ഷണൽ കോൺസ്റ്റന്റ് കിട്ടും. ഈ ഫ്രിക്ഷണൽ കോൺസ്റ്റന്റ് വെച്ചാൽ 1 ന്യൂട്ടന് വരികയാണെങ്കിൽ അതിന്റെ എത്ര ന്യൂട്ടൺ ഫോഴ്സ് ആയിട്ട് വരുന്നു, അതാണ് ഈ കെയുടെ അർത്ഥം. മനസ്സിലായ? അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു പല വെയിറ്റ് എത്ര ഫ്രിക്ഷണൽ ഫോഴ്സ് ആവശ്യമായിട്ട് വരുന്നത് നോക്കുക. അതിനെ എന്നോട് കഴിച്ചാൽ എന്തൊരു ഒരു യൂണിറ്റിന് കിട്ടില്ലേ. അപ്പൊ ഒരു യൂണിറ്റിന്റെ കെ കിട്ടും അല്ലേ. അപ്പൊ കെ കണ്ടുപിടിക്കാൻ എന്തിനാ ഫ്രിക്ഷണൽ ഫോഴ്സിനെ എന്തുകൊണ്ട് ഹരിക്കുക? ടോട്ടൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ടോട്ടൽ നോർമൽ ബലം കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഹരിച്ചാൽ മതി. അപ്പോ ഈ കെ കിട്ടും. കെ എന്ന് പറഞ്ഞാല് 1 യൂണിറ്റിന്റെ വിലേനെ കിട്ടും. അപ്പൊ നമുക്ക് അപ്പൊ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ചതിന് കോഎഫിഷ്യന്റ് പറയും, ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് എന്ന് പറയും. ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് ഈ കെ അല്ല, ഇങ്ങനെയാന്ന് തോന്നുന്നു ഉപയോഗിക്കുക. ഇങ്ങനെയാണ് ഉപയോഗിക്കുക. അങ്ങനെ ഒരു വാക്കല്ല ഉപയോഗിക്കുക, അതാണ് തോന്നുന്നു. അതൊക്കെ ഓർമ്മയില്ല. അപ്പൊ ഈ കോൺസ്റ്റന്റ് ഫ്രിക്ഷണൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നോർമൽ ഫോഴ്സ് കൊണ്ട് ഹരിച്ചാൽ മതി. ഇതും ഫോഴ്സ് ആയിരിക്കും ഇത്. അപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ 10 കിലോഗ്രാം വെയിറ്റ് ഞാൻ ഇവിടെ കയറ്റി വെച്ചെന്ന് വിചാരിക്കുക. 10 kg. അത് അപ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് 5 × 9.8. അപ്പോ എത്ര ന്യൂട്ടൺ? 10 kg വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് എത്ര ബലം വെച്ചുണ്ടാവും? 10 kg × 9.8 ഇത്ര ന്യൂട്ടൺ ഉണ്ടാവും അല്ലേ. അപ്പൊ അത്ര ന്യൂട്ടൺ ലംബബലം വന്നപ്പോ എത്ര ഉണ്ടായി നമുക്ക്? ഇത് ഇത്ര ന്യൂട്ടൺ എൻ വന്നപ്പോ
എത്ര ന്യൂട്ടൺ എന്ത് വന്നു? ലംബബലം വന്നപ്പോ നമുക്ക് ആവശ്യമായ ഇത് എത്രയായിരുന്നു? 5 kg ഇൻറ്റു 9.8. അത്രയും ന്യൂട്ടൺ എന്ത് വന്നു? അത്രയും ന്യൂട്ടൺ താഴേക്ക് വന്നു വിചാരിക്കുക. അപ്പൊ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് എത്രയായിരിക്കും? ഇതിന് ഇത് വന്നപ്പോ ഇത്ര എന്ത് വന്നു? ഫ്രിക്ഷണൽ വന്നു എങ്കിൽ അതിന്റെ ഫ്രിക്ഷൻ കെ എത്രയായിരിക്കും? അതില് 5 kg ഇതിന് ഹരിച്ചാ പോരെ. അപ്പൊ എത്രയാ? 5 kg ഇൻറ്റു 9.8 ന്യൂട്ടൺ ബൈ 10 kg ഇൻറ്റു 9.8 ന്യൂട്ടനൊക്കെ വെട്ടിപ്പോവും, kg വെട്ടിപ്പോവും. അപ്പൊ 1/2 അല്ലെ? K = 1/2. അപ്പൊ ഒന്നിന് അരഭാഗമാണ് എന്ത് വരിക? 1 ന്യൂട്ടൺ വെച്ച് എത്ര ന്യൂട്ടൺ ഇത് വരും ഇവിടെ? അതിന്റെ അരഭാഗം. അപ്പൊ അര ന്യൂട്ടൺ ആയിരിക്കും എന്ത്? ഈ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ 100 കൊടുക്കുകയാണെങ്കിൽ അവിടെ എത്ര ഫോഴ്സ് വേണ്ടി വരും? 50. 1000 ആണെങ്കിൽ അപ്പൊ നമുക്ക് ഏതിൻ്റെയും ആവശ്യമായ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഇതാണ് ഇതിന്റെ ഉപയോഗം. ഇത് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഫ്രിക്ഷന്റെ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. നമുക്ക് മറ്റൊരു വിഷയമായി അടുത്തുള്ള ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് വിടാം. നന്ദി, നമസ്കാരം, ബൈ.